ചെത്തി ഹാർബറിനോട് ചേർന്ന പുഴയിൽ രൂപപ്പെട്ട മണൽത്തിട്ട നീക്കം ചെയ്തു. പി ചിത്രരഞ്ജൻ എംഎൽഎയുടെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് JCB ഉപയോഗിച്ച് മണൽത്തിട്ട നീക്കം ചെയ്തത്. പി ചിത്രരഞ്ജൻ എംഎൽഎയുടെ ഇടപെടലിനെ തുടർന്ന് ചെത്തി ഹാർബറിനോട് ചേർന്ന പുഴയിൽ രൂപപ്പെട്ട മണൽത്തിട്ട നീക്കി. ചെത്തി ഹാർബറിന്റെ പണി പൂർത്തീകരിക്കാത്തതിനാൽ വള്ളങ്ങൾ പുഴയിലാണ് കയറ്റിയിടുന്നത്. വേലിയേറ്റം മൂലം പുഴ അടഞ്ഞുപോയതിനാൽ കയറ്റിയിട്ടിരിക്കുന്ന വള്ളങ്ങൾക്ക് കടലിൽ പോകാനാവാത്ത സ്ഥിതിയായിരുന്നു. MLA ഹാർബറിലെത്തി വർക്ക് ഏറ്റെടുത്ത കമ്പനിയുടെ പ്രതിനിധികളുമായി സംസാരിച്ചാണ് മണൽത്തിട്ട നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയത്. തുടർന്ന് JCB ഉപയോഗിച്ച് മണൽത്തിട്ട പൂർണ്ണമായി നീക്കി നീരൊഴുക്ക് സുഗമമാക്കി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CC ഷിബു, പഞ്ചായത്ത് അംഗം PA അലക്സ് തുടങ്ങിയവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ചെത്തി ഹാർബറിൻ്റെ നിർമ്മാണം വളരെ മികച്ച നിലയിൽ നടന്നു വരികയാണ്. കല്ല് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ചില സന്ദർഭങ്ങളിൽ വേണ്ടി അല്പം മന്ദീകരിപ്പിക്കാനിടയായിട്ടുണ്ട്. എന്നാൽ അതിനെയും മറികടന്നുകൊണ്ട് തന്നെ എവിടെന്നെങ്കിലും കല്ല് കൊണ്ടുവന്ന് ഈ നിർമ്മാണം സമയബന്ധിതമായെങ്കിലും പൂർത്തീകരിക്കണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ചെത്തി ഫിഷിംഗ് ഹാർബറിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ ഇപ്പം മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അവരുടെ തൊഴിലുപകരണങ്ങളുമായി പോകാൻ ചെറിയ പ്രയാസം ഇപ്പം നേരിടുന്നത് ഇവിടെയുള്ള പുഴയിലെ ഈ ഹാർബറിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് എടുത്തിട്ടുള്ള സ്ഥലത്തെ തിട്ട വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ മണൽത്തിട്ട ഒന്ന് ഒഴിവാക്കി എടുക്കുക എന്നുള്ളതൊരു ആവശ്യമാണ്. ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ്, വലിയൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൽ തന്നെ വീണ്ടും പണം മുടക്കാൻ നിയമപരമായി കഴിയാത്ത ചില പ്രയാസമുണ്ട്. എസ്റ്റിമേറ്റിലില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രയാസമുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ട് വലുതാണെങ്കിലും ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയോട് പലപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സന്ദർഭത്തിലും ഇത്തരം മണൽത്തിട്ടകൾ മാറ്റുന്നതിന് വേണ്ടി അവർ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ സീസണെല്ലാം അടുത്ത് വരുന്നൊരു സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടാകും എന്നുള്ളത് കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസക്കാലമായി ഇടപെടൽ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ തന്നെ ഈ തിട്ട ഒഴിവാക്കി അത്യാവശ്യം ജോലിക്ക് പോകാൻ കഴിയുന്ന നിലയിലേക്കുള്ള ബദൽ ക്രമീകരണം ഉണ്ടാക്കാം എന്ന് കമ്പനി സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നടക്കാൻ പോവുകയാണ്. ഇത് ഒരു താൽക്കാലികമായി ചെയ്യുന്ന ക്രമീകരണങ്ങൾ മാത്രമാണ്. ആത്യന്തികമായി ഫിഷിംഗ് ഹാർബർ കമ്മീഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്.